ജസ്റ്റിസ് കെമാൽ പാഷ നമുക്കൊപ്പം തത്സമയമുണ്ട്. ശ്രീ കെമാൽ പാഷ, നടിയെ ആക്രമിച്ച കേസിൽ ഗുരുതര ആരോപണം എന്നതിൽ നിന്ന് മാറി 3 പേർ അനധികൃതമായി ഈ മെമ്മറി കാർഡ് അല്ലെങ്കിൽ അതിലെ ദൃശ്യങ്ങൾ കാണുകയും കൈവശം വയ്ക്കുകയും ചെയ്തു എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഹൈക്കോടതിയിൽ ഇപ്പോൾ അതിജീവിത നൽകിയിരിക്കുന്ന ഹർജി നാളെ പരിഗണിക്കാനിരിക്കുന്ന ഘട്ടത്തിലാണ് ഇതിന്റെ ഉള്ളടക്കത്തിന്റെ വിശദാംശങ്ങൾ ഞങ്ങൾ പുറത്തുവിടുന്നത്. എത്രത്തോളം ഗുരുതരമായ ഒരു സാഹചര്യമാണിത്? ഇനി അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കാൻ കഴിയുമോ? കാരണം പ്രത്യേകിച്ചും അവർ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്ന ഒരു റിപ്പോർട്ട് കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ആ ദൃശ്യങ്ങൾ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് പൂർണ്ണമായും വിശ്വാസയോഗ്യമായി നിൽക്കുക? ഇതിനകത്തെ വലിയ പ്രശ്നങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഒന്നാമത് ഞാൻ വിശ്വസിക്കാൻ വയ്യാത്ത കാര്യങ്ങളായി വരുന്നതൊക്കെ എനിക്കറിയാൻ പറ്റില്ല ആദ്യമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് പ്രതികരിക്കാൻ തന്നെ തയ്യാറാവുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇത് മിണ്ടത്തില്ലായിരുന്നു. കാര്യം ഒന്ന്, മജിസ്ട്രേറ്റ് ഇതേപോലെ ഇത് കൈവശം വെച്ച് വീട്ടിൽ കൊണ്ടുപോവുക. അത് മജിസ്ട്രേറ്റിന് വീട്ടിൽ കൊണ്ടുപോകാനുള്ള ഒരു സാധനമല്ല ഇത്, ഒരു തൊണ്ടി മുതലെന്ന് പറയുന്നത്. അത് അങ്ങനൊന്നും എടുത്തുകൊണ്ട് പോകാൻ പാടില്ല കോടതിയിൽ നിന്ന്. ആ കോടതി സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. പ്രോപ്പർട്ടി ക്ലർക്കിന്റെ അധീനതയിൽ കോടതിയിൽ ലോക്ക് ആൻഡ് കീയിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് എടുത്ത് വീട്ടിൽ കൊണ്ടുപോയെന്ന് പറയുന്നത്. അത് മാത്രമല്ല, അത് നാട്ടുകാരെ കാണിക്കുക, അത് പിന്നെ ഇതിലെ പ്രതികളെ വക്കീലന്മാരെയും ഒക്കെ കാണിക്കുക എന്നൊക്കെ പറയുന്ന ഒന്നും മജിസ്ട്രേറ്റിന്റെ ജോലിയല്ല. അതൊന്നും ചെയ്യാൻ പാടുള്ള കാര്യങ്ങളല്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയുന്നുള്ളൂ ഞാൻ. കാരണം എനിക്കറിയാൻ വയ്യ, ഇങ്ങനെ എനിക്കിത് കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. പിന്നെ അത് അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിഞ്ഞൂടാ. അതിനകത്ത് ഇത് ഉണ്ടെങ്കിൽ വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് ഇതൊക്കെ. ഒന്നത് മജിസ്ട്രേറ്റിന്റെ കാര്യം. ഇനി അടുത്തത് ജില്ലാ ജഡ്ജിയുടെ കാര്യം. അത് ആരാന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് അറിയാൻ വയ്യ. കാരണം ആ സമയത്തുള്ള ജില്ലാ ജഡ്ജി ആരായാലും ജസ്റ്റിസ് കൗസർ ഇടപ്പകത്തിനെ കുറിച്ചാണ് പറയുന്നത്. ജഡ്ജ് ഹണിയം വർഗീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു. ശ്രീ കമാൽ പാഷ, ഇക്കാര്യത്തിൽ ജസ്റ്റിസ് കൗസർ ഇടപ്പകത്തിന്റെ വിശദീകരണം തേടിയിട്ടില്ല. ഈ മെമ്മറി കാർഡ് പരിശോധിച്ച മൈക്രോമാക്സ് ഫോൺ നഷ്ടമായി എന്നാണ് ഈ ബെഞ്ച് ക്ലർക്ക് മഹേഷ് മോഹൻ നൽകിയിരിക്കുന്ന മൊഴി. ഒപ്പം പ്രോപ്പർട്ടി ക്ലർക്ക് ജിഷാദിന്റെയും മൊഴിയുണ്ട്. മഹേഷ് മെമ്മറി കാർഡ് പരിശോധിച്ചത് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. മഹേഷ് മെമ്മറി കാർഡ് ഉപയോഗിച്ചത് അയാളുടെ സ്വന്തം ഫോണിലാണ്. ആ ഫോൺ നഷ്ടമായി എന്ന അയാളുടെ മൊഴിയുമുണ്ട്. അതാ ഞാൻ പറഞ്ഞ, അതായത് ഞാൻ ഇത് ബാക്കി ഞാൻ പറഞ്ഞോട്ടെ. അത് ജില്ലാ ജഡ്ജി ഒന്നാമത് ജില്ലാ ജഡ്ജിക്ക് ഇത് കാണേണ്ട ഒരു കാര്യമുള്ളതല്ല. ഈ സാധനം കാണണമെന്നുണ്ടെങ്കിൽ അതിന്റെ എവിഡൻസ് സ്റ്റേജിൽ മാത്രമേ കാണാൻ പാടുള്ളൂ, അല്ലാതെ അതിനു മുമ്പൊന്നും കാണാൻ പാടില്ലത്. ഇത് കണ്ടു സൂക്ഷിക്കാനുള്ള ഒരു കാര്യമല്ല ഇങ്ങനെയുള്ള കാര്യം കിട്ടിയാൽ. അത് മജിസ്ട്രേറ്റിനായാലും ജില്ലാ ജഡ്ജിക്കായാലും സെഷൻ ജഡ്ജിക്കായാലും ആർക്കായാലും. പിന്നെ കോടതി ജീവനക്കാര്, ഇത് കോടതി ജീവനക്കാരെങ്ങനെ കാണും ഈ സാധനം? കാണാൻ പാടില്ല കോടതി ജീവനക്കാര്. അവരെയൊക്കെ പേരിൽ കർശനമായ നടപടി എടുക്കണം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അത്ര വലിയ തോന്നിവാസമാണ് കാണിച്ചേക്കുന്നത് അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ. നമുക്കറിയില്ല. ഏതായാലും ആ റിപ്പോർട്ട് എനിക്കും അറിയില്ല. ജഡ്ജ് ഹണിയം വർഗീസിന്റെ റിപ്പോർട്ടിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ ഉള്ളടക്കമാണ്. അതെ, അവര് തെളിവെടുത്തിട്ടായിരിക്കുമല്ലോ അങ്ങനെ റിപ്പോർട്ട് വരുന്നേ. അത് വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പർട്ടി ക്ലർക്കിന് ഇത് കാണാൻ എങ്ങനെ പ്രോപ്പർട്ടി ക്ലർക്ക് കാണും ഈ സാധനം? അതിന് ബെഞ്ച് ക്ലർക്ക് കാണുന്നത് എങ്ങനെ? അതേപോലെ തന്നെ മറ്റ് ക്ലർക്കന്മാർ, മഹേഷ് എന്നൊക്കെ പറയുന്ന ആരാന്ന് എനിക്കറിയില്ല, അയാളൊക്കെ കാണുക എന്നൊക്കെ പറയുന്നത് ആരായാലും ശരി, ഇത് ജഡ്ജി ആ എവിഡൻസിന്റെ സമയത്ത് കാണുക എന്നുള്ളതല്ലാതെ, നിയമം അനുശാസിക്കുന്ന വിധത്തിൽ ആ രീതിയിലല്ലാതെ കാണാൻ പാടില്ല. ഓപ്പൺ കോടതിയിൽ അത് യഥാർത്ഥത്തിൽ വേണം. പക്ഷേ ഇത് ട്രയൽ ഇൻ ക്യാമറ ആയതുകൊണ്ട് അടച്ചിട്ട കോടതി മുറിയിൽ ആണ് ഇത് പ്രദർശിപ്പിച്ച് കാണേണ്ടത്. അതായത് അല്ലാതെ ഇതിനകത്ത് ഒരു കാരണവശാലും ഈ സാധനം കാണാൻ പാടില്ല. ഇത് ജഡ്ജിമാർക്കോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റുമാർക്കോ കണ്ടു സൂക്ഷിക്കാനുള്ള ഒരു കാര്യമല്ല ഇത്. ഈ ദൃശ്യങ്ങൾ ചോർന്നു എന്നാണ് അതിജീവിതയുടെ ആരോപണം. അതിനകത്ത് വളരെ വലിയ കഴപ്പുള്ള കാര്യമാണ്. കാര്യം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ കണ്ടവന്റെ എല്ലാം ഇത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചോർന്നു എന്നുള്ളതിന് വേറെ സംശയമൊന്നും വേണ്ടല്ലോ. ഇപ്പൊ ഇത് കണ്ടു, ഒരുത്തന്റെ മൊബൈൽ കളഞ്ഞു എന്നാണ് അവൻ പറഞ്ഞേക്കുന്നത്. ആരെയാണെന്ന് എനിക്കറിയില്ല. ഏതായാലും ശരി, ആ മൊബൈൽ കളഞ്ഞു പോയെന്നൊക്കെ പറയുന്ന എല്ലാം മുഴുവൻ കള്ളത്തരമാണ്. യഥാർത്ഥത്തിൽ അവർക്കെതിരെയൊക്കെ വളരെ ഗുരുതരമായ ഒരു ചാർജാണുള്ളത്. അതിന് നടപടി വേണം, ശരിയായ അന്വേഷണം വേണം. കാരണം ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ കേസിലെ തൊണ്ടി മുതൽ ഒരു കാരണവശാലും വീട്ടിൽ കൊണ്ടുപോകാനോ പെട്ടിക്കകത്ത് ഇട്ടുകൊണ്ട് നടക്കാനോ പാടുള്ളതല്ല ഈ സാധനം. അത് കോടതിക്കകത്ത് അതായത് ഇങ്ങനെയൊക്കെ ഉള്ളത് സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കേണ്ട സാധനങ്ങളാണ്. ശ്രീ കെമാൽ പാഷ, നമുക്ക് ഏറ്റവും വിശ്വാസമുള്ളത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലാണ്, നീതിന്യായ സംവിധാനങ്ങളിലാണ്. അതിന്റെ ഒരു വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന തരത്തിലല്ലേ ഈ 2-3 പേരുടെ പ്രവൃത്തി മൂലം ഈ കാര്യങ്ങൾ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത്? അല്ല, ഇങ്ങനെ ഉണ്ടെങ്കിൽ, കാരണം ആ റിപ്പോർട്ട് ഞാൻ കാണാത്തതോടൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷെ ആ റിപ്പോർട്ടിനകത്ത് അങ്ങനെ ഉണ്ട്. അത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്, അതിനുള്ള മൊഴിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിന് സംശയമൊന്നുമില്ല. അത് ഇവരൊക്കെ ഇത് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ
ഈ ലൈൻ ഓഫ് പക്ഷേ ഞാൻ കൗസറിനെ കുറിച്ചൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല കേട്ടോ. ജസ്റ്റിസ് കൗസറൊക്കെ നല്ല ഒരാളായിട്ടാണ് ഞാൻ കണക്കാക്കിയേക്കുന്നത് ഇതുവരെ. എനിക്കറിയില്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ വളരെ ഗുരുതരമായ കാര്യമാണ്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹം അതിനി മെമ്മറി അദ്ദേഹമാണ് അത് കാർഡ് ഡീൽ ചെയ്യേണ്ടത്. പേഴ്സണൽ കസ്റ്റഡിയിൽ വെച്ചു, മെമ്മറി കാർഡും പെൻഡ്രൈവും നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ 1 വർഷത്തിലേറെ വെച്ചു എന്നൊക്കെയാണ് ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. അങ്ങ് പറഞ്ഞതുപോലെ ഒരു വ്യക്തിയെക്കുറിച്ച്, പ്രത്യേകിച്ചും ഒരു ജസ്റ്റിസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൽ കൃത്യമായി ഈ റിപ്പോർട്ടിനെ കോട്ട് ചെയ്തല്ലാതെ നമുക്ക് വ്യക്തിപരമായി അറിയുന്ന കാര്യങ്ങളല്ല. എങ്കിൽ പോലും ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കമായി ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ് ശ്രീ കെമാൽ പാഷ. അതെ, പുറത്തുവരുന്ന വിവരങ്ങളാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അതായത് ഇതിനകത്ത് ഇങ്ങനെ ആ അന്വേഷണത്തിൽ ആ തെളിവുണ്ടെന്നുണ്ടെങ്കിൽ അതിലെ അഫക്റ്റഡ് പാർട്ടീസ് വേണം അത് ചലഞ്ച് ചെയ്യാൻ. പക്ഷേ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ അന്വേഷിച്ച് ഇതേപോലുള്ള കാര്യങ്ങൾ വെളി വരണമെന്നുണ്ടെങ്കിൽ മൊഴികളുടെ അടിസ്ഥാനത്തിലായിരിക്കും. മൊഴികൾ കാണുമല്ലോ അതിനകത്ത്, ഇവരുടെയൊക്കെ മൊഴികളൊക്കെ കാണും. മൊഴിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഗുരുതരമായ കാര്യമാണ് ഈ മെമ്മറി കാർഡും ഒക്കെ അതേപോലെ പെൻഡ്രൈവും ഒക്കെ കൊണ്ടു നടക്കാന്ന് പറയുന്നത്. അത് സ്വന്തം സാധനമാണെങ്കിൽ കൊണ്ടു നടക്കാം. ഇത് യഥാർത്ഥത്തിൽ പ്രോപ്പർട്ടി, കോടതിയുടെ പ്രോപ്പർട്ടിയാണ് ഇതൊക്കെ. ഈ സാധനം ഒരു കേസിലെ പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടീസ് ഒരു കാരണവശാലും ദുരുപയോഗം ചെയ്യാൻ പാടില്ല, കൊണ്ടു നടക്കാൻ പാടില്ല, കോടതിയിൽ നിന്ന് എടുത്ത് മാറ്റാൻ പാടില്ല. അത് ഒരു കാരണവശാലും എടുത്ത് മാറ്റാൻ പാടില്ല. കോടതിക്ക് അകത്ത് വെച്ച് പരിശോധിക്കുകയല്ലാതെ ഇത് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് എഴുതാൻ നേരത്ത് വേണമെങ്കിൽ ഒന്നുകൂടെ വെരിഫൈ ചെയ്യാം. ആ രീതിയിലുള്ളതല്ലാതെ ഇതിനകത്ത് ഒരു കാരണവശാലും ഇത് പരിശോധിക്കാൻ പാടില്ല. ഇക്കാര്യത്തിൽ എന്താണ് നടന്നിട്ടുള്ളത് എന്ന് വ്യക്തമാകണമെങ്കിൽ ഒരു പ്രത്യേക അന്വേഷണം, അതും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ അനിവാര്യമല്ലേ ശ്രീ കെമാൽ പാഷ? അതെ, അതിന് സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന വലിയ പ്രശ്നമാണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ശരിയായ രീതിയിലുള്ള അന്വേഷണം വേണം. അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം നടക്കണം. ഹൈക്കോടതിയിൽ ഇതിന് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. ഒരു അന്വേഷണം ശരിയായിട്ട് നടക്കണം. ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. അതിനകത്ത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ആരെയും ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല. വളരെ നന്ദി ശ്രീ കെമാൽ പാഷ, റിട്ടയർഡ് ജസ്റ്റിസ്, പ്രതികരിച്ചതിന്. അഡ്വക്കേറ്റ് TB മിനി നമുക്ക്